കൊല്ലവർഷം 1064 ചിങ്ങമാസം 22-ാം തീയതി, 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഒരു തിരുവോണ ദിവസമായിരുന്നു. ഈ വർഷവും സെപ്റ്റംബർ 5 തിരുവോണമായിരുന്നു. ചിങ്ങമാസം 20-ാം തീയതിയായിരുന്നു. അന്നാണ് 12 പേർ കല്ലിശ്ശേരി കടവിൽ മാളികയിൽ കൂടി വന്നത്. കൊട്ടാരത്തിൽ തോമസ് അച്ഛനും, കടവിൽ അബ്രഹാം അല്ലെങ്കിൽ വാലുച്ചിറയിൽ അവിരാച്ചൻ, കല്ലിശ്ശേരി ചെമ്പകശ്ശേരിൽ മാത്തു, ഒറ്റപ്ലാമൂട്ടിൽ കുഞ്ഞുമാത്തു, ആറങ്ങാട്ട് ഫിലിപ്പോസ്, ചക്കാലിയിൽ ചെറിയാനുപദേശി, ഇടയാറന്മുള കൊച്ചുമണ്ണിൽ സ്കറിയ, ചെങ്ങന്നൂർ കോട്ടൂരേത്ത് യോഹന്നാൻ, കല്ലൂപ്പാറ അഴകനാൽ തൊമ്മി, നിരണത്ത് കുറിച്ചിയെടുത്ത് പട്ടടിയിൽ കോരുത ഇട്ടിയവിര, ചെങ്ങന്നൂർ നഥാനിയേൽ ഉപദേശി, ഇരവിപേരൂർ ഇടവമ്മേലിൽ വർക്കി മത്തായി. ഇങ്ങനെ 11 അൽമായരും ഒരു പട്ടക്കാരനുമായിരുന്നു അന്ന് കൂടി വന്നത്. അന്ന് ചരിത്രം പിറക്കുകയായിരുന്നു. അഭിമന്യ തിരുമേനി സൂചിപ്പിച്ചു, ചരിത്രത്തിൽ കഴിയുന്നവർ മാത്രമല്ല, ചരിത്രത്തെ രൂപപ്പെടുത്തുന്നവരാണ് സുവിശേഷകർ, സുവിശേഷ തീക്ഷ്ണതയുള്ള ദൈവജനം. ഇന്നും അങ്ങനെയായി തീരണം. ചരിത്രത്തിലെ മയിൽക്കുറ്റികളായി പോകാതെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നവരായി തീരണം എന്ന് അഭിമന്യ തിരുമേനി ഓർമ്മപ്പെടുത്തിയല്ലോ. ഇവർ കൂടി വന്നപ്പോൾ ചരിത്രം പിറക്കുകയായിരുന്നു. നവീകരണക്കാരെന്ന് പുച്ഛത്തോടെ വിളിക്കപ്പെട്ടിരുന്ന വിഭാഗക്കാർക്ക് പുതിയ വെളിച്ചവും മാർഗദീപവുമായിട്ടാണ് മാർത്തോമ സുവിശേഷ സംഘം ആ തിരുവോണ നാളിൽ പിറന്നത്. തിരുവോണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഓസ്പീഷ്യസ് ഒക്കേഷനാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുന്ന ഒരാഘോഷം. കേരളത്തിലെ ഒരു മനുഷ്യരും ഒന്നുപോലെ ആയിരുന്നില്ല എന്നുള്ള ചരിത്രം ഒരു സത്യമായി നിലനിൽക്കുന്നു. ജാതിയും വർണ്ണവും മനുഷ്യരെ പല തട്ടുകളായി വിഭജിച്ചിരുന്ന കാലം. അന്നേരമാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു എന്ന് പാടുന്നത്. അടിമത്തവും അടിമക്കച്ചവടവും നിലനിന്നിരുന്ന കാലം. ജന്മിമാർക്ക് കൊല്ലിനും കൊലയ്ക്കും അവകാശമുണ്ടായിരുന്ന കാലം. കൊല്ലണമെങ്കിൽ കൊല്ലാം, വിൽക്കണമെങ്കിൽ വിൽക്കാം എന്നായിരുന്നു ഓരോ അടിമക്കച്ചവട രേഖയും അടയാളപ്പെടുത്തിയിരുന്നത്. കേരള ചരിത്രത്തിൽ മനുഷ്യർ ഒരുപോലെ ആയിരുന്നില്ല. ഇതേ ജാതി വ്യവസ്ഥതയുടെ കണ്ണിയിൽ പെട്ടുകിടക്കുകയായിരുന്നു സുറിയാനി ക്രിസ്ത്യാനി വിഭാഗവും. സുവിശേഷമാണ് ഇതിന് മാറ്റം വരുത്തിയത്. നസ്രാണി ജാതിയിൽ നിന്നും സമുദായത്തിൽ നിന്നും നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാക്കി തീർത്തത് സുവിശേഷമാണ്. അതിനാണ് ഈ 12 പേർ നാന്ദി കുറിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. 1888 പല ചരിത്രപരമായ പ്രത്യേകതകൾ ഉണ്ട്. ജാതിബന്ധിതമായ സമൂഹത്തിൽ മാറ്റത്തിന് നാന്ദി കുറച്ച ചില മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ടായ വർഷമാണ് 1888. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന, പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവെന്ന് പ്രസിദ്ധിയാർജിച്ച ഈഴവ ഹൈന്ദവ സന്യാസി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ചത് 1888 ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാണിടും മാതൃകാ സ്ഥാപനമാണിത് എന്ന വരികൾ അദ്ദേഹം സ്ഥാപിച്ച ചെറിയ ക്ഷേത്രത്തിൻ്റെ ഉത്തരത്തിൽ കോറിയിട്ടു. പ്രസിദ്ധ പിന്നണി ഗായകനായ യേശുദാസ് സിനിമാ ഗാനം ആലപിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിച്ചത് ഈ 4 വരികളാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിനൊരു തുടർ കഥയുണ്ട്. അതും പ്രചാരത്തിലുള്ളതാണ്. ഒരു ഈഴവന് ശിവനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുമോ എന്ന സവർണരുടെ ചോദ്യത്തിന് ശ്രീനാരായണൻ ഉത്തരം പറഞ്ഞത്, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, അതുകൊണ്ട് മേൽജാതിക്കാർ അതിൽ വിഷമിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഈഴവന് ആരാണ് സന്യാസി ദീക്ഷ നൽകിയത് എന്ന് ചോദിച്ച മേൽജാതിക്കാരോട് അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഗുരു, ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസി ദീക്ഷ തന്നത് എന്നാണ്. എന്ന് പറയുമ്പോൾ കേരള നവോത്ഥാനം, ഇന്ന് നമ്മൾ കേരള ആധുനികത, കേരള മോഡേണിറ്റി എന്ന് പറയും, അതിൻ്റെ പ്രായോക്താക്കൾ ക്രൈസ്തവരായിരുന്നു,
മിഷണറിമാരായിരുന്നു. ഇവിടുത്തെ കൊളോണിയൽ ഭരണത്തിന് അതിൽ നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്ന് ഈ നവോത്ഥാന നായകൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സംഭവം മലയാള മനോരമ വർത്തമാന പത്രത്തിൻ്റെ ആരംഭമാണ്. അത് സ്ഥാപിതമായത് 1888 ആദ്യം വാരികയായിട്ടാണത് പ്രസിദ്ധീകരിച്ചത്. ആദ്യ പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ മുഖപ്രസംഗമായിരുന്നു. ഇന്ന് കാലത്തെ അടയാളപ്പെടുത്തണം. ഇന്ന് മുഖപ്രസംഗം ഇല്ല, ആദ്യത്തെ പേജിൽ വാർത്തയുമില്ല, പരസ്യങ്ങൾ മാത്രമാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ്. അന്ന് ആദ്യ പേജിൽ മുഖപ്രസംഗം. അതിൻ്റെ തലക്കെട്ട് എന്തായിരുന്നെന്നറിയാമോ? തിരുവിതാംകൂറിലെ പുലയരുടെ വിദ്യാഭ്യാസം. തിരുവിതാംകൂറിലെ പുലയരുടെ വിദ്യാഭ്യാസം എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്ത, ആദ്യത്തെ മുഖപ്രസംഗം. മാറ്റത്തിന് നന്ദി കുറിക്കുന്നതായിരുന്നു അത്. ആ വിഭാഗത്തിൽപ്പെട്ട വരെ മനുഷ്യരായി കരുതേണ്ടത് ആവശ്യമാണെന്നും അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ചികിത്സയും നല്ല രീതിയിലുള്ള മാനുഷിക പരിഗണനയും വേണമെന്നായിരുന്നു ആദ്യത്തെ വാർത്ത എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. മൂന്നാമത് സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സ്ഥാപനം. സെമിനാരി കേസ്, അതിൽ കീഴ്ക്കോടതികളുടെ കേസ് തോറ്റ് നിൽക്കുന്ന നവീകരണക്കാർ, മുമ്പിൽ പ്രതീക്ഷയൊന്നുമില്ല. ഈ അവസരത്തിലാണ് 1888 12 പേർ കൂടി സുവിശേഷ വേല ചെയ്യുവാൻ തങ്ങളാൽ ആവോളം പ്രയത്നിക്കണമെന്ന് തീരുമാനിക്കുന്നത്. PJ തോമസ് അച്ഛൻ സംഘത്തിൻ്റെ ജൂബിലി സമയത്ത് സംഘത്തിനു വേണ്ടി രചിച്ച അതിൻ്റെ ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ഇങ്ങനെ ക്രൈസ്തവ ധർമ്മത്തിന് വിപരീതമായി ദീർഘകാലം ഈ സാധുജാതിയെ അവഗണിച്ചും ധിക്കരിച്ചും ഉപദ്രവിച്ചും പോർന്ന സുറിയാനിക്കാർ സുവിശേഷവും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ ആ പീഡിത ജാതിയുടെ അടുക്കലേക്ക് തന്നെ പോകുവാൻ സാധിച്ചത് ഉചിതവും സന്തോഷകരവുമാണല്ലോ. സുവിശേഷം വ്യക്തിപരവും സാമൂഹികവുമായ രൂപാന്തരത്തിന് നാന്ദിയായിത്തീരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡോക്യുമെൻ്ററിയിലൂടെ ഈ 12 പേരെയും കൂടുതൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഞാൻ ലഘുവായി ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകട്ടെ. കടവിൽ മാളിക, കടവിൽ അബ്രഹാം അച്ഛൻ കല്ലിശ്ശേരി സെൻറ് മേരീസ് ജ്ഞാനായ പള്ളി വികാരിയായിരുന്നു. CMS മിഷണറിമാരുമായി സമ്പർക്കത്തിലും സംവാദത്തിലും ഏർപ്പെട്ടിരുന്നു. നവീകരണ പക്ഷക്കാരനായിരുന്നു. അവിടെയാണ് ഈ 12 പേർ ഒരുമിച്ച് കൂടി വരുന്നത്. കൊട്ടാരത്തിൽ തോമസ് കശീശ, ചെങ്ങന്നൂർ പള്ളിയുടെ വികാരിമാരിൽ ഒരാൾ. ഓതറയിൽ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി 1892 ജൂൺ 15 85 ആളുകളെ അച്ഛൻ സ്നാനപ്പെടുത്തി. ഇതൊരു വലിയ ചരിത്ര സന്ദർഭമായിരുന്നു. നവീകരണ പക്ഷക്കാരനായിരുന്നു. ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. എൻ്റെ റെഫറൻസ് ശരിയാണെങ്കിൽ സബ്ജക്റ്റ് ടു കറക്ഷൻ, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അഡ്വക്കേറ്റ് KT തോമസ്. യൂഹാനോൻ തിരുമേനിക്ക് വേണ്ടി കേസ് വാദിച്ചത്, ദാനിയൽ കേസ് എന്നറിയപ്പെടുന്ന കേസ് വാദിച്ചത് ഇദ്ദേഹമാണ്. KT തോമസ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാൾ കൂടിയാണ്. മാർത്തോമാ സഭക്കാരൻ തന്നെയായിരുന്ന അഡ്വക്കേറ്റ് TM വർഗീസിനൊപ്പം നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഒരാളായിരുന്നു. ഫെയ്ത്ത് ഓൺ ട്രയൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും അദ്ദേഹമാണ് എന്ന് ഞാൻ കരുതുന്നു. വാലുചിറയിൽ അഭിരാച്ചൻ, കടവിൽ അബ്രഹാം, കടവിൽ വല്യച്ഛൻ്റെ മകനാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളാണ്. വാലുചിറയിലേക്ക് വിവാഹം കഴിച്ച് ദത്ത് കയറുകയായിരുന്നു. 28-ാമത്തെ വയസ്സിലാണ് ABK ജോഷുവ അച്ഛൻ പറഞ്ഞ ആ മാനസാന്തരം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. കല്ലിശ്ശേരി ചെമ്പകശ്ശേരിയിൽ മാത്തു, കടവിൽ അച്ഛൻ്റെ 2ാമത്തെ മകനാണ്, അഭിരാച്ചൻ്റെ സഹോദരൻ. കല്ലിശ്ശേരി ജ്ഞാനായ യാക്കോബായ സുറിയാനി പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു. 36-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ മിസ് മറിയാമ്മ ജോൺ സേവികാ സംഘത്തിലെ സേവിനിയായി ശുശ്രൂഷ ചെയ്തു. ഒറ്റപ്ലാമൂട്ടിൽ കുഞ്ഞുമാത്തു, കല്ലിശ്ശേരി കുഞ്ഞുമാത്തു ഉപദേശി. കടവിൽ മാളികയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ ദർശനങ്ങളെ രൂപപ്പെടുത്തിയത്.
കല്ലിശ്ശേരി സെൻറ് മേരീസ് ക്നാനായ യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ നേതാക്കളിൽ ഇത്രയും പേർക്ക് തന്നെ ക്നാനായ യാക്കോബായ സുറിയാനി പള്ളിയുമായിട്ടുള്ള ബന്ധമാണ്. ഒരു വളരെ എക്യുമെനിക്കൽ ദർശനത്തിലാണ് സുവിശേഷ സംഘം സംജാതമായിക തന്നെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തോട്ടപ്പുഴശ്ശേരി ആറങ്ങാട്ട് ഫിലിപ്പോസ് ഒരു അധ്യാപക സുവിശേഷകനായിരുന്നു. പുലരികാട് സ്കൂൾ ദളിതർക്ക് വേണ്ടി ആരംഭിച്ചത് അദ്ദേഹമാണ്. പുലരികാട്, തേവർകാട് ദളിത് പള്ളികളുടെ സ്ഥാപകനാണ്. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം പ്രവർത്തിച്ചത് മേപ്രാൽ, കാരയ്ക്കൽ, വേങ്ങൽ, തിരുവല്ല പ്രദേശങ്ങളിലാണ്. ഞാൻ മേപ്രാൽ സ്വദേശിയാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ ഒരു താല്പര്യം അദ്ദേഹത്തെക്കുറിച്ച് തോന്നുന്നുണ്ട്. ചക്കാലയിൽ ചെറിയാൻ ഉപദേശി ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാർ. ക്ഷേത്രങ്ങളിൽ എണ്ണയും മറ്റും നൽകിക്കൊണ്ടിരുന്നവർ. പുത്തൻകാവ് സ്ഥലത്താണ്. മുളക്കുഴ സെൻറ്റ് തോമസ് മാർത്തോമ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇടയാറന്മുള കൊച്ചുമണിൽ സ്കറിയ ഉപദേശി ലാഗ സാന്തോം ഇടവകയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നു. ചെങ്ങന്നൂർ കോട്ടൂരേത്ത് യോഹന്നാൻ കച്ചവടവും കൃഷിയുമായിരുന്നു. ഇളയ മകൻ ജോൺ വർഗീസ് CSI സഭയിൽ ബിഷപ്പായി തീർന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അടക്കം ചെയ്തിരിക്കുന്നത് ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിലാണ്. കല്ലൂപ്പാറ അഴകനാൽ തൊമ്മി കൃഷിയും കച്ചവടവും അതിനോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന വളരെ അനുഗ്രഹീതനായ ഒരു സുവിശേഷ പ്രവർത്തകൻ. നിരണത്ത്, കുറിച്ചിയത്ത്, വട്ടടിയിൽ കോരുത് ഇട്ടിയവിര കൊച്ചുകുഞ്ഞ്. ചെങ്ങന്നൂർ നഥാനിയേൽ ഉപദേശി അദ്ദേഹം നിരണം അറയ്ക്കൽ കുടുംബാംഗമാണ്. കൃഷ്ണപിള്ള എന്നായിരുന്നു പേര്. ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് നഥാനിയേൽ ഉപദേശിയായി തീർന്നു. ഇരവിപേരൂർ ഇടവമ്മേലിൽ വർക്കിമത്തായി, ഇടവമ്മേലിൽ മത്തായിച്ചൻ അബ്രഹാം മൽപ്പാനച്ചൻ്റെ മകളുടെ മകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായും പിന്നീട് ഖജാൻജിയായും അദ്ദേഹം പ്രവർത്തിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ 12 പേരുടെ ചരിത്രം തിരുത്തിയ ഈ വലിയ കൂടിവരവ് ഒരു വളരെ ചെറിയ തുടക്കമായിരുന്നു. നേരത്തെ പ്രസ്താവിച്ചതുപോലെ 30 പേരെ ഇത് കത്ത് മൂലം അറിയിക്കുകയും 12 പേര് വന്ന് അവരെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയെ ഗൗരവമായിട്ട് കാണുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയമായ മിഷണറി പ്രസ്ഥാനം രൂപീകൃതമായി. ഭാരതത്തിലെ തന്നെ ദ ഫസ്റ്റ് ഇൻഡിജിനസ് മിഷണറി ഓർഗനൈസേഷൻ മാർത്തോമ സുറിയാനി ക്രിസ്ത്യാനി സുവിശേഷ പ്രസംഗ സംഘമാണ്. 1904 ഫെബ്രുവരി 11 സുവിശേഷ സംഘം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. 1905 നാഷണൽ മിഷണറി സൊസൈറ്റി ഓഫ് ഇന്ത്യ മാർത്തോമ സുവിശേഷ സംഘത്തിനൊരു കത്തെഴുതി, ഞങ്ങളുമായി സുവിശേഷ വേലയിൽ സഹകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മാർത്തോമ സഭ എഴുത്തുചാടി ഉത്തരം പറഞ്ഞില്ല. 5 വർഷം നീണ്ട പഠനം, സംവാദം, ചർച്ചകൾ. അതിനുശേഷം 1910 നോർത്ത് കർണാടക മിഷനിൽ മാർത്തോമ സുവിശേഷ സംഘവും നാഷണൽ മിഷണറി സൊസൈറ്റി ഓഫ് ഇന്ത്യയും ഒന്നിച്ച് ചേർന്നു. അത് നമ്മുടെ സുവിശേഷ ദർശനത്തെ വിശാലമാക്കി. അതിനുവേണ്ടി ആണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത്. തിരുവിതാംകൂറിലെ സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശ ലക്ഷ്യമായി വിഭാവനം ചെയ്തിരുന്നത്. NMSുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭരണഘടനയിൽ രൂപാന്തരം വരുത്തി. അത് ഭാരതത്തിൻ്റെ സുവിശേഷീകരണം എന്നുള്ളതിലേക്ക് വളരുന്നു. ഭാരതമുണ്ടാകുന്നതിന് മുമ്പ്, ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യ മാത്രമുള്ളപ്പോൾ 600 നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുമ്പോൾ സുവിശേഷത്തിലൂടെ മാർത്തോമാക്കാർ ഭാരതം എന്നുള്ള രാജ്യത്തെ സ്വപ്നം കണ്ടു. സുവിശേഷത്തിലൂടെയാണ് ഒരു ദേശീയത മാർത്തോമാക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഭവവേദ്യമായി തീർന്നത് എന്നതാണ് ഇതിൻ്റെ വലിയ ഒരു ഇംപ്ലിക്കേഷൻ ആൻഡ് ഇമ്പാക്റ്റ്. ഇവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
1870 ആണ്ട് മുതൽ തിരുവിതാംകൂറിൽ ഉണ്ടായ ഉണർവ് പ്രസ്ഥാനം, അതിനു മുമ്പ് ഉണ്ടായ സഭയിലെ നവീകരണ പ്രസ്ഥാനം, ഈ നവീകരണ പ്രസ്ഥാനവും ഉണർവ് പ്രസ്ഥാനവും കൂടെ ഒന്നിച്ചു ചേർന്നപ്പോൾ ഒരു പുതിയ മനുഷ്യബോധം സംജാതമാവുകയാണ് ചെയ്തത്. അതുവരെ മനുഷ്യനില്ല. നമ്പൂതിരി, നായാടി, നസ്രാണി, മാപ്പിള ഇങ്ങനെയുള്ള സംജ്ഞകൾ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, മനുഷ്യൻ എന്നൊരു പദപ്രയോഗമില്ല, വാക്കില്ല. വാക്കുണ്ടെങ്കിലേ അതൊരാശയമായി യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. ഏതൊരാളെയും പുലയൻ, പലയൻ, കുറവൻ എന്നും മാത്രം സംബോധന ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മനുഷ്യൻ ഉണ്ട് എന്നാദ്യമായി പറഞ്ഞത് സുവിശേഷമാണ്, സുവിശേഷത്തിലൂടെയാണ്. സുവിശേഷമാണ് പറഞ്ഞത് ഇവിടെ മനുഷ്യരുണ്ട്, ഈ മനുഷ്യർ എല്ലാവരും ദൈവമുമ്പാകെ തുല്യതയുള്ളവരാണ്, അവരാത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുവാനുള്ള സാവകാശവും സൗകര്യവും ഒരുക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ദർശനം എന്ന വലിയ ഒരു കാഴ്ചപ്പാട് ജാതി നിമിത്തമായ കേരള സമൂഹത്തിൽ മുമ്പോട്ട് വെക്കുന്നത് സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചില വളരെ സങ്കുചിതമായ ഒരു കാര്യത്തിലേക്ക് മാത്രം അതിനെ ഓർക്കാതെ മനുഷ്യ ആളത്വത്തിൻ്റെ വളരെ അഭൂതപൂർണമായ, കർത്താവ് പറയുന്ന സമൃദ്ധമായ ജീവനിലേക്കുള്ള വളർച്ചയുടെ ഒരനുഭവമായിട്ട് സുവിശേഷത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അതിന് മുഖാന്തരമായി തീർന്നത് സഭയിലെ നവീകരണവും പിന്നീട് വന്ന സഭയിലെ ഉണർവും, അതിലൂടെ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവവചനം വായിക്കുന്നതിനും യേശുക്രിസ്തുവിനെ അറിയുന്നതിനും യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഓരോ വ്യക്തിയുടെയും ഉള്ളിലും നിറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇന്നും ഈ സുവിശേഷ ദർശനമുള്ള പിതാക്കന്മാരെ നമ്മൾ ഓർക്കുകയും അവരുടെ അനന്തര തലമുറകളെ നമ്മൾ കൊണ്ടാടുകയും നമ്മളുടെ ഈ വലിയ പൈതൃകത്തെ നമ്മൾ ഒരു വലിയ സ്മൃതിയാക്കി കൊണ്ടാടുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവില്ലാതെ, യേശുക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യ ആളത്വം എന്ന സുവിശേഷമില്ലാതെ ഒരു സുവിശേഷവുമില്ല. ഒരു സുവിശേഷവും ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുകയോ ചലനാത്മകമാക്കുകയോ ചെയ്യുകയില്ല. കർത്താവാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രം. യേശു കർത്താവ് ആണ് എന്ന് പറയുമ്പോൾ യേശു കർത്താവിൽ ആവിർഭവിച്ച പുതിയ മനുഷ്യ ആളത്വമാണ്. ആ ആളത്വം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അതിൽ സ്ത്രീയും പുരുഷനെന്നില്ല, ദാസനും യജമാനനുമെന്നില്ല, യഹൂദനും യവനനുമെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു, തേജസ്കരിക്കപ്പെട്ടവരാകുന്നു. ഈ സുവിശേഷ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മനുഷ്യ ആളത്വത്തെ ആവിർഭവിപ്പിക്കുക, മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വലിയ ഉത്തരവാദിത്തം. അതിനാണ് ഈ 12 പിതാക്കന്മാർ തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. അതിനൊരു ഉദാഹരണം ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. ഇടവമേലിൽ മത്തായിച്ചൻ എന്ന് പറയുന്നയാൾ, അദ്ദേഹമായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ. അദ്ദേഹം തൻ്റെ ആ പ്രായാധിക്യ കാലത്ത് ഒരിക്കൽ റാന്നി വരെ നടന്നു ചെന്ന് തൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ ചെന്ന് സഹോദരിക്കും ഭർത്താവിനും ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അദ്ദേഹം കൊടുത്ത മെസ്സേജ് ഇപ്രകാരമാണ്: മക്കളെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകി വളർത്തണം. അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ പഠനം മാത്രമല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടത്തിയിരുന്ന മിഷണറിമാരുടെ സ്കൂളുകളിലാണ് വേദപുസ്തകവും നല്ല ചിട്ടയായ ജീവിതവും ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ വളരെ ശക്തിയോടുകൂടെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അവരപ്രകാരം വിഷയങ്ങൾ മാത്രമല്ല, വേദപുസ്തകവും ക്രിസ്തീയ ധാർമ്മികതയും എത്തിക്സ് ആൻഡ് മൊറാലിറ്റിയും ഒക്കെ പഠിച്ച് ഈ സമൂഹത്തിൽ ഉന്നതരായി ശോഭിക്കണമെന്നുള്ള ദർശനത്തോടു കൂടെയാണ് അവർ ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം തന്നെ യേശുക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യനെ വെളിപ്പെടുത്തുന്ന ദർശനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1921 സുവിശേഷ സേവികാ സംഘവുമായി സുവിശേഷ സംഘം കൈകോർത്തു. ഇതൊരു വലിയ നാഴികക്കല്ലാണ്. സ്ത്രീകൾക്ക് അവരുടേതായി സ്വന്തമായി ഒരു സുവിശേഷ പ്രസ്ഥാനമുണ്ടാകുവാൻ മാർത്തോമാ സഭയിൽ സാധ്യമായി. സ്ത്രീകൾക്കും സ്ത്രീത്വത്തിനും സുവിശേഷത്തിലൂടെ ലഭിച്ച വലിയ അംഗീകാരമാണ്. സമൂഹത്തിൽ അതിനടുത്ത കാലം വരെ മാറുമറയ്ക്കുന്നതിനോ സ്വതന്ത്രമായി പെരുമാറുന്നതിനോ
സാധ്യതയില്ലായിരുന്ന ഒരു വിഭാഗത്തിൽ സ്വതന്ത്രമായി സുവിശേഷ വേല ചെയ്യുവാൻ തക്കവണ്ണം ഒരു സംഘടനാബലം നൽകുന്ന സഭയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സുവിശേഷ സംഘം വനിതകളുടെ ഈ സേവികാ സംഘവുമായി കൈകോർക്കുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഒരു നല്ല മ്യൂച്വൽ റെസ്പെക്റ്റ്, നല്ലൊരു മ്യൂച്വൽ അംഗീകാരം ആകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്നുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ, തുല്യതയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ദേശീയമായ കാഴ്ചപ്പാട്, ഇതൊക്കെ തന്നെ സുവിശേഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ സഭയിലും സമൂഹത്തിലും വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് CV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് മാരാമൺ കൺവെൻഷൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവകാശം സാധ്യമാക്കി തരണമെന്ന് പറയുവാൻ ഇടയായത് ഒരു പ്രത്യേക സംഭവമാണ്. കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് 3 ദിവസത്തെ ഒരു സമ്മേളനത്തിലാണ് C കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം. അതിന് വേദിയായി തീർന്ന സമ്മേളന നഗറിൻ്റെ പേര് മാർ മാത്യൂസ് നഗർ എന്നായിരുന്നു. അത് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലിത്തായുടെ നാമകരണമാണ്. അപ്പോൾ അതിലും സഭയുടെ സജീവമായ, സുവിശേഷത്തിൻ്റെ സജീവമായ ഒരു ഇടപെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലൊക്കെ ഉപരിയായി കേരളത്തിലെ ആധുനികത, കേരള മോഡേണിറ്റി എന്ന് പറയുന്നതിനെ സുവിശേഷത്തിലൂടെ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗങ്ങളുടെ ഇടയിൽ പ്രചാരം ചെയ്യുവാൻ, ആധുനികതയിലേക്ക് സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തെ നയിച്ച ഒരു വലിയ അനുഭവവും കൂടെയാണ് ഈ സുവിശേഷവും സുവിശേഷ പ്രവർത്തനവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നും ഈ തരത്തിലുള്ള വളരെ ഉദാത്തമായ, അനുഗ്രഹീതമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അഭിമന്യ തിരുമേനി സൂചിപ്പിച്ച സ്ഥാനമാനങ്ങൾക്കും മറ്റും വേണ്ടിയുള്ള വലിയ കോലാഹലം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സുവിശേഷത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന അനേകർ ഈ സഭയിലും ഈ സുവിശേഷ സംഘത്തിലും സന്നദ്ധ സുവിശേഷ സംഘത്തിലുമൊക്കെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഓർക്കുന്ന 12 പേരും അവരുടെ പിൻതലമുറക്കാരും ഒക്കെ തന്നെ നമ്മളെ പുതിയ ഈ നേതാക്കളിലേക്ക്, സുവിശേഷത്തിന് വേണ്ടി ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നവരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. എൻ്റെ സ്നേഹിതനായ ബ്ലസൻ മഹാരാഷ്ട്രയിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നയാളാണ്. 2 വർഷം മുമ്പ് അദ്ദേഹം നേതൃത്വം നൽകുന്ന കോൺഗ്രിഗേഷനിലേക്ക് RSSകാർ വരികയും വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അവിടെയുള്ള മുഴുവൻ പേരെയും ബ്ലസനെ അടക്കം വളരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതാണ്. വെളിയിലേക്ക് കണ്ടുപോകരുത് എന്നാണ് അവരോട് പറഞ്ഞിരുന്നത്. ഇപ്രകാരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇന്നും അവരവിടെ പ്രവർത്തിക്കുകയും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയായി എൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി അങ്കോല ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഏലിയാമ്മ സിസ്റ്ററുണ്ട്. ആശ്രമത്തിലെ അംഗമായിരുന്നു. സിസ്റ്റർ നേഴ്സായിട്ടാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിനായിട്ട് അവിടെ വന്നതാണ്. അവരുടെ കഥ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ വന്നതാണ്. ആ സമയത്ത് സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഒരു എക്സ്പോഷറിന് വേണ്ടിയൊക്കെ അവർ ഹോസ്കോട്ടും മറ്റും പോവുക പതിവായിരുന്നു. അങ്ങനെ നഴ്സിംഗ് പഠിച്ച് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള സ്വപ്നം കണ്ടുകൊണ്ട് വന്ന ഏലിയാമ്മ അതെല്ലാം വേണ്ടെന്ന് വെച്ച് യേശുക്രിസ്തുവിൻ്റെ പാതയിൽ ഒരു മിഷണറിയായി തീരുകയാണ് ചെയ്തത്. ഞാൻ അവിടെ ഉള്ളപ്പോൾ KMB കർണാടക മിഷൻ ബോർഡിൻ്റെ വാർഷിക സമ്മേളനം നടക്കുകയാണ്. ഒരുപാട് പേര്, ഗ്രാമാന്തരങ്ങളിലുള്ള വിശ്വാസികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം ആശ്രമത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കേറ്ററിംഗ് പരിപാടിയില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും അതിൽ സഹകരിക്കുന്നുണ്ട്. ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏലിയാമ്മ സിസ്റ്ററിൻ്റെ കാല് വല്ലാതെ നീര് വെച്ച് വീങ്ങിയിരിക്കുന്നു. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററിന് എന്താണ് പറ്റിയത്? സിസ്റ്റർ പറഞ്ഞത്, അരി വാർത്തപ്പോൾ വെള്ളം കാലിൽ വീണു, കാല് പൊള്ളി, നീര് കുടുന്നിരിക്കുകയാണ്. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ പോയി അല്പനേരം വിശ്രമിച്ചുകൂടെ? അപ്പോൾ ചെറിയ ചിരിയോടുകൂടെ സിസ്റ്റർ പറഞ്ഞു, ക്ഷീണിച്ച മുഖത്തോടുകൂടെ സിസ്റ്റർ പറഞ്ഞു, വിശ്രമിക്കാൻ എവിടെയാണ് മോനെ നേരം?
സുവിശേഷത്തിന് വിശ്രമമില്ല എന്ന് പഠിപ്പിക്കുന്ന അനേക മിഷണറിമാർ ഈ സഭയിലും സുവിശേഷ സംഘത്തിലും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി തീരേണ്ടുന്ന കാര്യമാണ്. ഇന്ന് സുവിശേഷത്തിന് മനുഷ്യ ആളത്വത്തിൻ്റെ തുല്യതയ്ക്കും മഹത്വത്തിനും വളരെയേറെ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സഭ നിലനിന്നത് ഒരു മതേതര രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂർ ഒരു ഹിന്ദു രാജ്യമായി തീരുവാനുള്ള തീരുമാനമെടുത്ത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നപ്പോൾ മാർത്തോമാ സഭ അതിനോട് വിയോജിച്ചു. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമാണ്. അബ്രഹാം മാർത്തോമായെക്കുറിച്ച് KN ഡാനിയൽ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: അഭിമന്യ തിരുമേനിക്ക് അറസ്റ്റ് വാറൻ്റുണ്ടായി. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്ന് വന്നപ്പോൾ അദ്ദേഹം പവർ ഓഫ് അറ്റോർണി എഴുതി. സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടരുത് എന്ന് കരുതി പവർ ഓഫ് അറ്റോർണി എഴുതി ഉത്തരവാദിപ്പെട്ടവരെ ഏൽപ്പിച്ചു. ഹിന്ദുക്കളടക്കം അനേകർ പുലാത്തീനൻ്റെ മുമ്പിൽ വന്നുകൂടി. അവരെന്തിനും തയ്യാറായി നിൽക്കുകയാണ്. അഭിമന്യ മെത്രാപ്പൊലീത്ത അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും, പക്ഷെ നിങ്ങളാരും പോലീസിനെ തടയരുത്, നിയമം അനുസരിക്കണം. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ സുവിശേഷം എന്നുള്ള പാട്ട് നിങ്ങൾ ഉറക്കെ പാടണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ആ അറസ്റ്റ് ഒഴിവായിപ്പോയി എന്ന് നമുക്കറിയാം. എന്നാൽ രാഷ്ട്രീയമായ നേതൃത്വം അതിൻ്റെ തെറ്റായ വഴികളിൽ നടക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടിയും ഒരു മതേതര ദേശീയതയ്ക്ക് വേണ്ടിയും നിലനിൽക്കുന്ന ഒരു സുവിശേഷ ദർശനമാണ് മാർത്തോമാ സഭയുടേത്. ഇന്നും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും പാർട്ടികളുമൊക്കെ, ചില പാർട്ടികളുമൊക്കെ തന്നെ ഇത്തരത്തിൽ മതേതര ദേശീയതയ്ക്ക് വിരുദ്ധമായി മനുഷ്യരെ മതങ്ങളുടെ കണ്ണികളിൽ ഇപ്പോൾ വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ശരിയായ സുവിശേഷം, മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യ ആളത്വത്തിൻ്റെ ഏറ്റവും വലിയ പരിപാലനമുണ്ടാകേണ്ടുന്ന സുവിശേഷം ഉയർത്തിപ്പിടിക്കുവാൻ ഈ സഭ ബാധ്യസ്ഥരാണ്. നമ്മൾ തുടർന്നും ആധുനികതയുടെ കുഴലൂത്തുകാരായിരിക്കണം എന്ന് 137 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് കൂടി വന്ന പ്രപിതാമഹന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിവന്യ ഫിലോക്സിനോസ് തിരുമേനിയുടെ ഭദ്രാസന പ്രവർത്തനങ്ങളെ വികസന പ്രവർത്തനങ്ങളായി കാണരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അത് സുവിശേഷ പ്രവർത്തനങ്ങളാണ്. ഈ പറഞ്ഞ മനുഷ്യ അന്തസ്സിനെ ഉയർത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങളാണ്. ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് കണ്ടിട്ട് ആരംഭിച്ച ഗ്രാമജ്യോതി സ്കൂളുകൾ. ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ പലപ്പോഴും ആ ഗ്രാമജ്യോതി സ്കൂളിൽ. അവിടെ വരുന്ന കുഞ്ഞുങ്ങളുടെ ആഹ്ലാദം, അവിടെയുള്ള ലോക്കലായി അല്പമൊക്കെ പഠിച്ച അവരാണ് അധ്യാപകരായിത്തീരുന്നത്. അവർക്ക് ലഭിക്കുന്ന ആത്മാഭിമാനം, അധ്യാപകർ എന്നുള്ള നിലയിലും ഒരു വരുമാനം ലഭിക്കുന്നു എന്നുള്ള നിലയിലുമൊക്കെ അവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആത്മാഭിമാനം, അത് അവരുടെ ജീവിതത്തെ ആകമാനമായി ഒരു പുതിയ സൃഷ്ടിയാക്കി അവരെ തീർക്കുന്ന സുവിശേഷമാണ്. ബോംബെയിലെ റെഡ് ലൈറ്റ് ഏരിയയിൽ മനുഷ്യത്വമില്ലാതെ നശിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ അവർക്ക് ഒരു പുതിയ ജീവൻ സാധ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നവജീവൻ സെൻറ്റർ. ഭാരതത്തിൻ്റെ സുവിശേഷീകരണം സാധ്യമാകണമെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ കൂടുതൽ ഹിന്ദി അറിയുന്ന തദ്ദേശീയരായ സുവിശേഷകരുണ്ടാകണമെന്നുള്ള താല്പര്യത്തിൽ ആരംഭിച്ച ധർമ്മജ്യോതി വിദ്യാപീഠ് ഇന്ന് അനേകയിടങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പല പ്രതികൂലങ്ങളാൽ വേൾഡ് വിഷൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നിലച്ചു പോയപ്പോൾ, കമ്പാഷൻ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോയപ്പോൾ ആരംഭിച്ച ലൈറ്റ് ടു ലൈഫ് മിഷൻ 6500-ലധികം കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നതിനും അവർക്ക് പോഷകാഹാരം നൽകുന്നതിനും അവർക്ക് വൈകുന്നേരം ട്യൂഷൻ നൽകുന്നതിനും അടുത്ത ഒരു തലമുറയ്ക്കെങ്കിലും സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടുത്ത ലാഡറിലേക്ക് പോയി കുറച്ചുകൂടെ അന്തസ്സുള്ള ജീവിതം നയിക്കാൻ തക്കവണ്ണം അവരെ ഒരുക്കുന്ന വലിയ സുവിശേഷവേല. ഈ സുവിശേഷവേല നമ്മൾ ഏറ്റെടുക്കുകയും നമ്മളതിൻ്റെ ഭാഗമായി തീരുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് 137 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൂടി ഇരുന്ന് ഒന്നുമില്ലായ്മയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ച നമ്മുടെ ഈ പിതാമഹന്മാരുടെ ആ സമർപ്പണത്തെ നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ അവരോട് ശരിയായ ആദരവ് കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സുവിശേഷം, യേശുക്രിസ്തുവിലുള്ള പുതിയ ആളത്വത്തിൻ്റെ സുവിശേഷത്തെ
ഹൃദയത്തിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന നല്ല സുവിശേഷകരായി, മാർത്തോമാക്കാരായി, സഭാസ്നേഹികളായി നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി കരേറ്റുന്നു. ഒരിക്കൽ കൂടെ ഈ പിതാമഹന്മാരെ ഓർക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുവാൻ സഭയെ ദൈവം ശക്തീകരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.